നിതിൻ രാജിന്റെ മരണത്തിൽ ഗവർണർ ഇടപെടണമെന്ന് ദളിത് സംയുക്ത സമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 28-ാം തീയതി വിവിധ ദളിത് സംഘടനകൾ നേതൃത്വം നൽകുന്ന നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് നേതാക്കൾ വ്യക്തമാക്കി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന് നീതി ലഭ്യമാകുവാൻ നിലവിലെ കേരളത്തിലെ സാഹചര്യത്തിൽ ഗവർണർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഗവൺമെന്റിനോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടണമെന്നും ദളിത് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടു. നിതിന്റെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുക, 10 കോടി രൂപ നഷ്ടപരിഹാരമായി കുടുംബത്തിന് അനുവദിക്കുക, മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക, ഡെന്റൽ കോളേജിന്റെ അംഗീകാരം റദ്ദു ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ നടത്തുന്നത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വരുന്ന 28-ാം തീയതി കേരളത്തിലെ വലിയൊരു ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ ഹർത്താലുമായി ബന്ധപ്പെട്ട് മറ്റ് ഇതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇടുക്കി ജില്ലയിലെ ദളിത് സംയുക്ത സമിതിയുടെ ജില്ലയിലെ നേതാക്കന്മാരെ നിതിൻ രാജിന്റെ ദുരൂഹ മരണത്തിലൂടെ ഒരു കുടുംബത്തിന്റെ അടിവേര അറക്കപ്പെടുകയാണ് ചെയ്തത്. അത്തരത്തിൽ തകർന്നുപോയ ഒരു കുടുംബത്തിന് യഥാർത്ഥത്തിൽ കിട്ടേണ്ട നീതി ലഭിച്ചോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണെന്നും സംഭവം നടന്ന ഇത്ര ദിവസമായിട്ടും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് സംരക്ഷിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നും ശക്തമായ പ്രതിഷേധം കേരളം മുഴുവൻ അലയടിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറിയ സംഭവമായി അല്ലെങ്കിൽ ഒരു ദളിത് വിദ്യാർത്ഥിയുടെ മരണമായി ഇതിനെ ചിത്രീകരിക്കുവാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു മാനേജ്മെന്റിനെ സംരക്ഷിക്കുവാൻ ഏതെങ്കിലുമൊക്കെ ഭാഗത്തു നിന്ന് അതിന് നടപടികൾ ഉണ്ടാകുന്നുവെങ്കിൽ, പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ, പോലീസ് ആയിക്കോട്ടെ, അധികാരിവർഗമായിക്കോട്ടെ, രാഷ്ട്രീയ ഇടപെടലുകളായിക്കോട്ടെ, ആ മാനേജ്മെന്റ്. വാർത്താസമ്മേളനത്തിൽ സാജു വള്ളക്കടവ്, KT ജയൻ, PK അപ്പുകുട്ടൻ, CS രാജേന്ദ്രൻ, പെണ്ണമരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.